ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ കുറേ വിശേഷങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഒരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഒരു നല്ലൊരു പാകിസ്ഥാനി സ്യൂട്ട് കിട്ടുന്ന ഒരു ഷോപ്പിൻ്റെ വീഡിയോ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഒരു ഫുഡ് റിവ്യൂ, നല്ല അടിപൊളി ചിക്കൻ ടിക്ക കിട്ടുന്ന ഒരു ഷോപ്പിൻ്റെ കാര്യവും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. സോ ഒരു ഈവനിങ് എനിക്ക് ആയപ്പോഴാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടാകുന്നത്. നെക്സ്റ്റ് ഒന്ന് നമ്മൾ ബിരിയാണി മേടിക്കണം. അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. നെക്സ്റ്റ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി. ആൻഡ് നമുക്കിനി അച്ചാറിൻ്റെ റെസിപ്പി നോക്കിയാലോ. സോ അടിപൊളിയായിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്, നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഈ നാരങ്ങ ഞാൻ ലാസ്റ്റ് വീക്ക് ദമാമിൽ മാർക്കറ്റിൽ പോയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. 5 നാരങ്ങ വെച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. ആൻഡ് ഇവിടുത്തെ നാരങ്ങ, സൗദിയിലെ നാരങ്ങ ഭയങ്കര വലിയ നാരങ്ങയാണ്. ഈ ഒരു നാരങ്ങ വെച്ചിട്ടല്ല, ആദ്യമായിട്ടാണ് ഞാൻ ജീവിതത്തിൽ അച്ചാറുണ്ടാക്കുന്നത്. ഞാൻ ഷാൻജിയുടെ റെസിപ്പി നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ എരിവ് കുറച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഒത്തിരി എരിവ് അങ്ങനെ കൂട്ടാറില്ല. അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ടിട്ട് മുളക് പൊടിയൊക്കെ കുറച്ചിട്ടിട്ടാട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. ആൻഡ് ആദ്യമൊക്കെ കൺഫ്യൂഷനായിരുന്നു എങ്ങനെ ഈ നാരങ്ങയൊക്കെ മുറിച്ചുണ്ടാക്കണമെന്ന്. ഫൈനലി ഞാൻ ഒരു നാരങ്ങയിൽ നിന്ന് 6 പീസ്, ഇത്ര വലിയ നാരങ്ങയാണ്, അതിൽ നിന്ന് 6 പീസായിട്ട് മുറിച്ചെടുത്തു. ആൻഡ് ഞാൻ തലേന്ന് തന്നെ, ഇത് തലേന്നത്തെ ക്ലിപ്പാണ് കേട്ടോ, തലേന്ന് തന്നെ ഞാൻ ഇങ്ങനെ അരിഞ്ഞിട്ട് അതിലേക്ക് ഉപ്പും മുളക് പൊടിയും, കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് വച്ചിട്ടുണ്ടായിരുന്നു. 1 ഡേ ഞാൻ അങ്ങനെ തന്നെ കീപ്പ് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് ഡേ ആണ് ഞാൻ അത് താളിച്ചൊഴിച്ച് അച്ചാറാക്കി എടുത്തത്. ഞാൻ വെളിച്ചെണ്ണയിലാട്ടോ ഉണ്ടാക്കുന്നത്. ലുലുയുടെ വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യാറ്. എണ്ണ ഏകദേശം ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഉലുവ, കടുകിന് വെച്ച് നോക്കുമ്പോൾ ഉലുവ കുറച്ച് മെഷർമെൻറ്റ് കുറവായിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. ഉലുവ ആഡ് ചെയ്യുക. അതും ഏകദേശം ആയി വരുമ്പോഴേക്കും ഫസ്റ്റ് അതിലേക്ക് ഞാൻ വെളുത്തുള്ളിയാണ് ആഡ് ചെയ്യുന്നത്. ഇവിടെ ഏകദേശം ഞാൻ ഒരു 15 വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. ഇവിടുത്തെ വലിയ വെളുത്തുള്ളിയാണ്, ആ ഒരു വെളുത്തുള്ളിയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ പക്ക കറക്റ്റായിട്ട് ഞാൻ മെഷർമെൻറ്റ്സ് ഒന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതാണ്, ബട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന രീതി മാത്രമാണ് കാണിക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ എടുക്കുന്ന നാരങ്ങ അനുസരിച്ച് നമ്മൾ ഏകദേശം ഒരു കണക്ക് കൂട്ടലിലാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. ആൻഡ് അതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യും. വെളുത്തുള്ളിയും ഇഞ്ചിയും ആഡ് ചെയ്യും. അത് രണ്ടും കുനുകുനാന്ന് ചെറിയ പീസായിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യുക. പച്ചമുളക് ഞാൻ 5 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. പിന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ലപോലെ സോട്ട് ചെയ്തിട്ട് ലിഡ് ക്ലോസ് ചെയ്തൊരു 3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും ആ എണ്ണയിൽ ആ സംഭവങ്ങൾ നന്നായിട്ട് കിടന്ന് ആയി വരും. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നാരങ്ങ ആഡ് ചെയ്യുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ തലേന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന നാരങ്ങയാണ്, ഉപ്പും മുളകും ചേർത്തിട്ട് ആ നാരങ്ങ ആഡ് ചെയ്യുക. നാരങ്ങയുടെ ഒപ്പം കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാകും, അതും കൂടെ കൂടിയിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് അത് അതൊന്ന് ഇളക്കിയിട്ട് ലിഡ് ക്ലോസ് ചെയ്തൊരു 4 മിനിറ്റ്സ് ജസ്റ്റ് ആ എണ്ണയിലും വെള്ളത്തിലും കിടന്ന ആ നാരങ്ങ ഒന്ന് ജസ്റ്റ് കുക്കായി വരും. അത്ര തന്നെയുള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഇത് ഈ നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിലോ അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ പാത്രത്തിലോ ഉണ്ടാക്കണമെങ്കിൽ അപ്പം തന്നെ അത് മാറ്റി വെക്കണം. ഒരു സെറാമിക്കിൻ്റെ ബൗളിലേക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്കോ അപ്പം തന്നെ മാറ്റി വെക്കണം. എന്നിട്ട് അതിൻ്റെ ചൂടാറിയതിന് ശേഷം അതൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി അച്ചാറാണ് കേട്ടോ. പിന്നെ ഈവനിങ് ആയപ്പോൾ ഞാൻ ഒരു ബൊട്ടീക്കിൽ പോയിട്ടുണ്ടായി, ഷിസ ബൊട്ടീക്ക്. എൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പിൽ അടിക്കുകയാണെങ്കിൽ, ഷിസ ബൊട്ടീക്കിൽ നിന്ന് അടിക്കുകയാണെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടുന്നതാണ് കേട്ടോ. അടിപൊളി പാകിസ്ഥാനി സ്യൂട്ട് ഡിസൈനർ വെയേഴ്സ് കിട്ടുന്ന ഒരു ഷോപ്പാണ്. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ആനിവേഴ്സറി സെയിൽ നടക്കുകയാണ്. എല്ലാ പാകിസ്ഥാനി സ്യൂട്ടിനും, എല്ലാ ബ്രാൻഡഡ് ഡ്രസ്സിനും, എല്ലാ എംബ്രോയ്ഡറി ഡ്രസ്സിനും, സ്റ്റിച്ച്ഡും അൺസ്റ്റിച്ച്ഡും എല്ലാത്തിനും 50% വരെ ഓഫറുണ്ട്. സോ ഫസ്റ്റ് ആനിവേഴ്സറി ആയതുകൊണ്ടാണ് ഈ ഒരു ഓഫർ ഇട്ടേക്കുന്നത് കേട്ടോ. സോ ഈ ഒരു ഓഫർ ഉള്ളത് 7th ഫെബ്രുവരി തൊട്ട് 16th ഫെബ്രുവരി വരെയാണുള്ളത്. സോ അവിടുത്തെ കുറച്ച് കളക്ഷൻസാണ് ഞാൻ കാണിക്കുന്നത്. അടിപൊളി കളക്ഷൻസാണ്, കുറേ നല്ല നല്ല ഭംഗിയുണ്ട്. കുറേ സ്റ്റോൺ വർക്ക് ചെയ്തേക്കുന്ന, കുറേ
പാകിസ്ഥാനി സ്യൂട്ടുകളുണ്ട്, മദർ ഡോട്ടർ കോംബോ ഉണ്ട്, പിന്നെ അതുപോലെ ഷരാറ സെറ്റുണ്ട്, കുട്ടികൾക്കുള്ള ഷരാറ സെറ്റുണ്ട്, പിന്നെ നമുക്കായിട്ട് ബ്രാൻഡഡ് കുർത്താസ് ഉണ്ട്, സ്യൂട്ട്സ് ഉണ്ട്, 3 പീസ് സെറ്റ് ഉണ്ട്, പിന്നെ ചിലതിനൊക്കെ ദുപ്പട്ടയൊക്കെ അടിപൊളിയായിട്ട് ചെയ്തേക്കുന്നത്, അതുപോലെ ചിലതിൻ്റെയൊക്കെ ടോപ്സൊക്കെ നല്ല സ്റ്റോൺ വർക്കൊക്കെ ചെയ്തേക്കുന്നത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ അതുപോലെ ഇവിടെ 2 പീസ് 3 പീസ് അങ്ങനെ എല്ലാ സെറ്റും 30 റിയാലോട്ടാണ് കേട്ടോ സ്റ്റാർട്ടിങ് വരുന്നത്. അതുപോലെ ഇവിടെ കിഡ്സിൻ്റെയും ജെൻസ് വെയറും ഒക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ എസ്പെഷ്യലി ഞാൻ പറയുകയാണെങ്കിൽ പാകിസ്ഥാനി സ്യൂട്ടൊക്കെ നിങ്ങൾ അന്വേഷിച്ചെടുക്കുകയാണെങ്കിൽ ഒരു മസ്റ്റ് ട്രൈ പ്ലേസ് ആണ്. ഇപ്പോൾ ഈദൊക്കെ വരെയല്ലേ, അപ്പോൾ ഈദിനൊക്കെ നമ്മൾ എന്തായാലും ഡ്രസ്സ് എടുക്കും. സോ ഇപ്പോഴേ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഈ 7th ഫെബ്രുവരി ടു 16th ഫെബ്രുവരി ഉള്ള സമയത്ത് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ 50% ഓഫിനൊക്കെ നല്ല അടിപൊളി സ്റ്റോൺ വർക്കൊക്കെ ചെയ്ത് നല്ല സെറ്റ് പാകിസ്ഥാനി സ്യൂട്ടൊക്കെ കിട്ടും കേട്ടോ. സോ ഒരു ആനിവേഴ്സറി സെയിലായിരുന്നു. സോ ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായി. ആൻഡ് ഓൾസോ ജുവല്ലറി ഉണ്ട്, നെക്ക് പീസ്, ചോക്ക്, ഇയറിംഗ്, അതുപോലെ ബാംഗിൾസ് ഒക്കെ ഉണ്ട്, അതും സെയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പാകിസ്ഥാനി സ്യൂട്ടൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സോ ഗൈസ് ഡു ട്രൈ ഇറ്റ് ഔട്ട്. ഈ ഒരു ഷോപ്പ് വരുന്നത് കോബാർ ഷമാലിയയിലാണ്. കറക്റ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിലോട്ട് കേട്ടോ. ആൻഡ് ദെൻ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായി. നമ്മൾ ഫുഡ് കഴിച്ചതെന്ന് ചിക്കൻ ടിക്ക ആയിരുന്നു. അടിപൊളി ചിക്കൻ ടിക്ക ഫോർ 12 റിയാലാണ് കേട്ടോ ആ ഒരു ചിക്കൻ്റെ പീസിന് വരുന്നത്. അതുപോലെ ഷോപ്പിൻ്റെ ലൊക്കേഷനൊക്കെ ഞാൻ അവസാനം കാണിക്കുന്നുണ്ട്. 12 റിയാലിനാണ് ഈ ഒരു ചിക്കൻ ടിക്ക നമുക്ക് കിട്ടുന്നത്. അതുപോലെ ബാച്ചിലേഴ്സിന് ദാലും റൊട്ടിയും ഫ്രീ ആൻഡ് അൺലിമിറ്റഡ് ആണ്. ഇപ്പോൾ ഫാമിലി പോവുകയാണെങ്കിൽ ഫാമിലിക്ക് ദാലിന് 9 റിയാൽസ് കൊടുക്കണം കേട്ടോ. ബാച്ചിലേഴ്സിന് എന്തായാലും അടിപൊളി ഒരു അഫോർഡബിൾ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന സംഭവമാണ്. ആൻഡ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഷമാലിയയിലാണ്. ക്യാൻഡിൽ ഗ്രിൽ എന്നാണ് ഷോപ്പിൻ്റെ നെയിം. കാസി റെസ്റ്റോറൻറ്റിന് തൊട്ട് ചേർന്നിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ അടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലൊക്കേഷനും കിട്ടുന്നതാണ്. അപ്പോൾ അന്നെല്ലാം കഴിഞ്ഞ് വീട്ടിൽ കയറിയപ്പോൾ ഒരു 12 മണിയായിട്ടുണ്ടായി, കണ്ടില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് നല്ല കോണ്ടൻസ് ഒക്കെ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.